വളരെ സജീവമായ, പെട്ടെന്ന് വളരുന്നൊരു കമ്പനിയാണവർ. അതെ. അപ്പോ ജൂൺ 30, 2025 അവസാനിച്ച ഒന്നാം പാദത്തിലെ, അതായത് Q1 FY26 അവരുടെ സാമ്പത്തിക പ്രകടനവും പിന്നെ ഭാവിയിലേക്കുള്ള പദ്ധതികളുമൊക്കെ അടങ്ങിയ റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഈ അവതരണത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു നിക്ഷേപകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ള ഒരാളെന്ന നിലയിലോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് എടുക്കാനുള്ളത്? കമ്പനി എങ്ങോട്ടാണ് പോകുന്നത്? എന്തൊക്കെയാണ് അവരുടെ ശക്തി, ദൗർബല്യങ്ങൾ? ശരിയാണ്. വെറും അക്കങ്ങൾക്കപ്പുറം ഇതിനു പിന്നിലെ തന്ത്രങ്ങളും ഈ കണക്കുകൾ കമ്പനിയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങളുമായി എങ്ങനെ ചേരുന്നു എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ സീഗിളിനെ കുറിച്ച് അധികം കേട്ടിട്ടില്ലാത്തവർക്കായി ഒരു ചെറിയൊരു ഇൻട്രോ. ഏകദേശം 20 വർഷത്തിലേറെയായി ഇവർ ഈ ഫീൽഡിലുണ്ട്. പ്രധാനമായും ഹൈവേ, റോഡ് നിർമ്മാണം തന്നെ. ഇതുവരെ ഒരു 35-ൽ കൂടുതൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് FY25 ഏകദേശം 34,367 ദശലക്ഷം രൂപയുടെ വരുമാനം. പിന്നെ EBITA, അതായത് ഈ പലിശ, നികുതി മറ്റും കിഴിക്കുന്നതിനു മുൻപുള്ള ലാഭം, അത് ഏകദേശം 5,184 ദശലക്ഷം രൂപയും നേടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു EPC കമ്പനി എന്ന നിലയിൽ അവരുടെ വളർച്ച ശ്രദ്ധേയമാണ്. കണക്കുകൾ നോക്കിയാൽ FY22 മുതൽ FY25 വരെയുള്ള കാലയളവിൽ അവരുടെ വരുമാന വളർച്ചയുടെ വാർഷിക ശരാശരി, അതായത് CAGR, ഏകദേശം 45%. 45%? അത് വളരെ വലുതാണല്ലോ. അതെ, അത് ഇൻഡസ്ട്രിയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വളർച്ചയാണ്. പക്ഷേ ഇത്രയും വേഗത്തിലുള്ള വളർച്ച എപ്പോഴും നിലനിർത്താൻ പറ്റുമോ എന്നത് കണ്ടറിയണം. ശരിയാണ്. അപ്പോ ഏറ്റവും പുതിയ പാദത്തിലേക്ക് വരാം. Q1 FY26 കൺസോളിഡേറ്റഡ് കണക്കുകൾ നോക്കാം ആദ്യം, അതായത് മൊത്തത്തിലുള്ളത്. വരുമാനം കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് ഒരു 4.3% കൂടിയിട്ടുണ്ട്. 8,382 ദശലക്ഷം രൂപയായി. കൊള്ളാം. പക്ഷേ അപ്പോഴാണൊരു പ്രശ്നം. നികുതിക്ക് ശേഷമുള്ള ലാഭം, PAT, അത് 35.1% കുറഞ്ഞു, 513 ദശലക്ഷമായി. വരുമാനം കൂടി, ലാഭം കുറഞ്ഞു. എന്താ അവിടെ സംഭവിച്ചത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സ്റ്റാൻഡ് ലോൺ കണക്കുകൾ നോക്കിയാലും, അതായത് കമ്പനിയുടെ മാത്രം പ്രകടനം, അവിടെയും ഇതുപോലെ തന്നെ വരുമാനം ഒരു 8.7% കൂടി 8,183 ദശലക്ഷമായി. പക്ഷേ ലാഭം 19.1% കുറഞ്ഞ് 559 ദശലക്ഷമായി. റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാന കാരണം ഈ നിർമ്മാണ ചെലവുകൾ കൂടിയതാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ്സ്. അതെ, അസംസ്കൃത വസ്തുക്കളുടെ വില, പിന്നെ മറ്റ് നിർമ്മാണ ചെലവുകളൊക്കെ കൂടി. അത് ശരി. അതവരുടെ ലാഭമാർജിനെ ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. EPDTA മാർജിൻ നോക്കിയാൽ കൺസോളിഡേറ്റഡിലെ കഴിഞ്ഞ വർഷം 15.61% ഉണ്ടായിരുന്നത് ഈ പാദത്തിൽ 13.02% കുറഞ്ഞു. അത് കാര്യമായ കുറവാണല്ലോ. സ്റ്റാൻഡ് ലോണിലും കുറവുണ്ട്. 12.76% നിന്ന് 11.42%. ഈ മാർജിനിലെ കുറവാണ് ലാഭം താഴോട്ടു പോകാൻ പ്രധാന കാരണം. ഈ ചെലവ് കൂടുന്നത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ ഇൻഡസ്ട്രിയിൽ പൊതുവേയുള്ളൊരു ട്രെൻഡാണോ? അത് പറയാൻ കുറച്ച് പാടാണ്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഈ മെറ്റീരിയൽ കോസ്റ്റ് എപ്പോഴും മാറാലോ. ചിലപ്പോൾ സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിലയിലെ മാറ്റങ്ങളാകാം. എന്തായാലും ഈ ചെലവ് നിയന്ത്രിക്കുന്നത് കമ്പനിക്ക് എപ്പോഴും ഒരു പ്രധാന കാര്യമായിരിക്കും. ശരിയാണ്. അപ്പോ ഈ പാദത്തിലെ ലാഭം കുറഞ്ഞെങ്കിലും ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ പോസിറ്റീവ് അവരുടെ ഓർഡർ ബുക്ക് ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അത് വളരെ ശക്തമാണ്. ജൂൺ 2025 കണക്കനുസരിച്ച് 1,03,374 ദശലക്ഷം രൂപയുടെ ഓർഡറുകൾ കയ്യിലുണ്ട്. 1,00,000 കോടിക്ക് മുകളിൽ. ഇത് അവരുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിന്റെ ഏകദേശം 3 മടങ്ങ് വരും. ബുക്ക് ടു ബിൽ റേഷ്യോ വളരെ ഹെൽത്തിയാണ്. ഇത് അടുത്ത കുറച്ച് വർഷത്തേക്ക് വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുമല്ലോ. തീർച്ചയായും. ആ ഓർഡർ ബുക്കിന്റെ ഒരു ഘടന നോക്കിയാൽ അതിൽ ഏകദേശം 37% EPC പ്രോജക്റ്റുകളാണ്. പിന്നെ ഒരു 62% ഹാം പ്രോജക്റ്റുകളും. ഹാം, അതായത് ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ. അതെ. ഈ ഹാം പ്രോജക്റ്റുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിർമ്മാണം കഴിഞ്ഞാൽ സർക്കാരിൽ നിന്നൊരു നിശ്ചിത കാലയളവിലേക്ക് ഗഡുക്കളായി പണം കിട്ടും.
ഇതൊരു സ്ഥിര വരുമാനം പോലെയാണ്. EPC പോലെ ഒറ്റയടിക്ക് പണം കിട്ടുന്ന മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതെ, കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ക്യാഷ് ഫ്ലോ ഉണ്ടാവും ഹാമിൽ. പക്ഷേ ഈ ഓർഡർ ബുക്കില് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഏകദേശം 80%-ലധികവും ഓർഡറുകൾ NHAIയിൽ നിന്നാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് ശരിയാണ്. റിസ്ക് അവിടെയുണ്ട്. NHAI പ്രോജക്റ്റുകൾ പൊതുവെ സുരക്ഷിതമാണെങ്കിലും അവരുടെ പോളിസികളിലോ ബഡ്ജറ്റിലോ ഒക്കെ മാറ്റം വന്നാൽ അത് സീഗലിനെ നേരിട്ട് ബാധിക്കാം. ശരിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഹൈവേ നിർമ്മാണ രംഗത്ത് NHAI ആണല്ലോ ഏറ്റവും വലിയ താരം. അപ്പോ ഈ മേഖലയിലെ വലിയ കമ്പനികൾക്ക് അവരെ ആശ്രയിക്കാതെ പറ്റില്ല. ഒരു പക്ഷേ മറ്റ് ഏജൻസികളിൽ നിന്നും സംസ്ഥാന സർക്കാരുകളിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ നേടാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ഈ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പോൾ തന്നെ അവരുടെ പ്രോജക്റ്റുകൾ പല സംസ്ഥാനങ്ങളിലായി കിടക്കുന്നുണ്ടല്ലോ. 22 പ്രോജക്റ്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതെ. ജമ്മു ആൻഡ് കാശ്മീർ, UP, ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഒഡീഷ, അങ്ങനെ പലയിടത്തും. കാൺപൂർ മെട്രോ, ഭുവനേശ്വർ മെട്രോ, ഇതിന്റെയൊക്കെ ഭാഗങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം നല്ലതാണ്. ഒരു സ്ഥലത്തെ പ്രശ്നങ്ങൾ മൊത്തം കമ്പനിയെ ബാധിക്കാതിരിക്കാൻ അത് സഹായിക്കും. അത് റിസ്ക് കുറയ്ക്കും. അവരുടെ ബിഡ്ഡിംഗ് കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട്. NHAI EPC പ്രോജക്റ്റുകൾക്ക് 52,000 ദശലക്ഷം വരെയും HAM പ്രോജക്റ്റുകൾക്ക് 50,000 ദശലക്ഷം വരെയും ബിഡ് ചെയ്യാൻ അവർക്കിപ്പോൾ യോഗ്യതയുണ്ട്. അതവരുടെ വളർച്ച കാണിക്കുന്നു. ഇനി അവരുടെ തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാനം, അവർ ഊർജ്ജ മേഖലയിലേക്ക് കടക്കുന്നു. അതെ, അതൊരു വലിയ വാർത്തയാണ്. പവർ ട്രാൻസ്മിഷൻ രംഗത്ത് ഏകദേശം 400 കോടിയുടെ ഒരു സബ്സ്റ്റേഷൻ പ്രോജക്റ്റ്, വേൽഗാവ് GIS സബ്സ്റ്റേഷൻ അവർക്ക് കിട്ടി. റോഡ് പണിയിൽ നിന്ന് പവർ ട്രാൻസ്മിഷനിലേക്ക്. എന്താണിതിന് പിന്നിൽ? ഇത് വളരെ തന്ത്രപരമായ ഒരു വൈവിധ്യവൽക്കരണമാണ്. റോഡ് പ്രൊജക്റ്റുകളിൽ വരുമാനം വരുന്നത് പ്രധാനമായും നിർമ്മാണ ഘട്ടത്തിലാണ്. പക്ഷേ ഈ പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റ് TBCB മോഡലാണ്. ടാരിഫ് ബേസ്ഡ് കോമ്പറ്റിറ്റീവ് ബിഡ്ഡിംഗ്. അതെ, അതായത് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്താൽ പിന്നെ ഒരുപാട് വർഷത്തേക്ക്, സാധാരണ 25-35 വർഷം, ഒരു നിശ്ചിത വാർഷിക വരുമാനം, ആനുവൽ ട്രാൻസ്മിഷൻ ചാർജസ് കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു സ്ഥിരതയുള്ള ആന്വിറ്റി പോലുള്ള വരുമാനമാണ്. ഓഹോ, അപ്പോ റോഡ് നിർമ്മാണത്തിലെ വരുമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. കൃത്യമായി പറഞ്ഞാൽ അതാണ് ലക്ഷ്യം. സ്ഥിരമായ ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പാക്കുക. നല്ലൊരു നീക്കം തന്നെ. പിന്നെ അവരുടെ മറ്റൊരു തന്ത്രം ആസറ്റ് ലൈറ്റ് മോഡലാണ്. അതും ശ്രദ്ധേയമാണ്. അതായത് ഈ വലിയ മെഷീനറികൾ, ഉപകരണങ്ങൾ ഒക്കെ സ്വന്തമായി വാങ്ങുന്നതിന് പകരം വാടകയ്ക്ക് എടുക്കുന്നു. ഇത് കാശ് ലാഭിക്കാൻ നല്ലതല്ലേ? അതെ, അതിന്റെ പ്രധാന ഗുണം വലിയൊരു തുക ഉപകരണങ്ങൾ വാങ്ങാനായി മുടക്കേണ്ട കാപെക്സ് എന്നതാണ്. ആ പണം പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം. പിന്നെ ഈ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ്, അത് കാലഹരണപ്പെടുമ്പോഴുള്ള പ്രശ്നം, ഇതിന്റെയൊക്കെ തലവേദന കുറയും. ശരിയാണ്. പക്ഷെ ഇതിന് ദോഷവശങ്ങളില്ലേ? ഈ വാടക ഉപകരണങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടുമോ? അതൊരു പ്രധാന ചോദ്യമാണ്. ക്വാളിറ്റി ഉറപ്പാക്കാൻ പറ്റുമോ? പ്രോജക്റ്റ് വൈകാനത് കാരണമാകുമോ? തീർച്ചയായും അതൊരു റിസ്ക്കാണ്. വാടകയ്ക്ക് കൊടുക്കുന്ന കമ്പനികളുമായി നല്ല ബന്ധം വേണം, കൃത്യമായ പ്ലാനിംഗ് വേണം. ഡിമാൻഡ് കൂടുമ്പോൾ ഉപകരണങ്ങൾക്ക് ക്ഷാമം വരാം. അത് പ്രോജക്റ്റുകളെ ബാധിക്കാം. അപ്പോൾ ഈ ആസറ്റ് ലൈറ്റ് മോഡൽ നടപ്പാക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില നല്ല കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രോജക്റ്റ് മാനേജ്മെന്റിന് EY, ഇന്റേണൽ ഓഡിറ്റിന് ഗ്രാൻഡ് തോൺടനൊക്കെയുണ്ട്. അതെ, പ്രമുഖ കൺസൾട്ടൻസികളെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ബോർഡിൽ പ്രൊമോട്ടർ കുടുംബത്തിൽ നിന്ന് മാനേജിംഗ് ഡയറക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരും പ്രൊഫഷണൽസുമാണ്. അത് നല്ല കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ലക്ഷണമാണ്. പ്രൊഫഷണൽ മാനേജ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണിക്കുന്നു. ഇത് നിക്ഷേപകരുടെ വിശ്വാസം കൂട്ടും. അവരുടെ നിർവഹണ ശേഷിക്കും തെളിവുകളുണ്ട്. 73 പ്രോജക്റ്റുകൾ സമയത്തിന് മുൻപ് തീർത്തു. അതിൽ 3 ബോണസും കിട്ടി. ഖേംകരൺ അമൃത്സർ, ഇസ്മായിലാബാദ്, ധന്ത് പോലുള്ള പ്രോജക്റ്റുകൾക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2019 വളരെ കുറഞ്ഞ സമയം കൊണ്ട് കർത്താർപൂർ സാഹിബ് കോറിഡോർ പൂർത്തിയാക്കിയത് അവരുടെ കഴിവിന് വലിയ ഉദാഹരണമാണ്. അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. ഇനി കുറച്ച് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് തിരികെ വരാം. കടം. ജൂൺ 30 കണക്കനുസരിച്ച് കൺസോളിഡേറ്റഡ് കടം ഏകദേശം 14,247 ദശലക്ഷം രൂപ. സ്റ്റാൻഡലോൺ കടം 6,847 ദശലക്ഷം രൂപ. അതെ, ഇതിലെ ടേം ലോണുകൾ, HAM പ്രോജക്റ്റുകൾക്കുള്ള ലോണുകൾ, പിന്നെ പ്രവർത്തന മൂലധനത്തിനുള്ള ലോണുകളൊക്കെ ഉൾപ്പെടും. പക്ഷേ നെറ്റ് ഡെറ്റ് ടു ഈക്വിറ്റി അനുപാതം, അതായത് കടവും ഓഹരി മൂലധനവും തമ്മിലുള്ള അനുപാതം, അത് മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതൊരു നല്ല പോയിന്റാണ്. FY25 ഇത് 0.8x ആയിരുന്നു.
ഇപ്പോൾ Q1 FY26-ൽ അത് 0.4x ആയി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഓഹരി മൂലധനത്തിന്റെ പകുതിയിൽ താഴെ മാത്രം കടം. ഇത് നല്ലതല്ലേ? തീർച്ചയായും. കടം കുറയുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് നല്ലതാണ്. സാമ്പത്തിക റിസ്ക് കുറയ്ക്കും. പലിശ ചെലവ് കുറയും. പക്ഷേ ഇതേ ശ്വാസത്തിൽ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അതെത്രയായി? FY22-ൽ അത് വെറും 29 ദിവസമായിരുന്നു. ഇപ്പോ Q1 FY26-ൽ അത് 75 ദിവസമായി. 29-ൽ നിന്ന് 75. എന്താണ് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ലളിതമായി അർത്ഥമാക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ ആ പണം തിരികെ കയ്യിലെത്താൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നാണ്. അതായത് സ്റ്റോക്ക് സൂക്ഷിക്കാനും പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിൽ പണം മുടക്കാനും കസ്റ്റമർമാർ ബില്ല് തരാനെടുക്കുന്ന സമയം കൂടുകയും അതേസമയം നമ്മൾ സപ്ലയർമാർക്ക് പണം കൊടുക്കേണ്ട സമയം കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടുന്നത്. അപ്പോൾ കമ്പനിയുടെ പണം കൂടുതൽ കാലം പ്രവർത്തനങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. അതെ, ഇതേ കമ്പനിയുടെ പണമൊഴുക്കിനെ ശരിക്കും ബാധിക്കും. പക്ഷേ ഇത്രയും വലിയ ഓർഡർ ബുക്ക് ഉള്ളപ്പോൾ, പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യകത കൂടുന്നത് സ്വാഭാവികമല്ലേ? ഒരു പരിധിവരെ സ്വാഭാവികമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ ഇത് പ്രതീക്ഷിക്കാം. പക്ഷേ 75 ദിവസമെന്നത് അല്പം കൂടുതലാണ്. ഇത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ എടുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളവ മുന്നോട്ട് കൊണ്ടുപോകാനോ കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. ഒരുപക്ഷേ കൂടുതൽ കടമെടുക്കേണ്ടി വരും. അതൊരു വെല്ലുവിളിയാണ്. ഇതിനോടൊപ്പം HAM പ്രോജക്റ്റുകൾക്ക് ഇക്വിറ്റി നിക്ഷേപം വേണമെന്നുള്ളതും ഓർക്കണം. അതെ. ജൂൺ 2025 വരെ 8 HAM പ്രോജക്റ്റുകളിലായി ഏകദേശം 4198 ദശലക്ഷം രൂപ ഇക്വിറ്റി അവർ മുടക്കിയിട്ടുണ്ട്. പുതിയ അയോധ്യ ബൈപ്പാസ് പോലുള്ളവയിൽ ഇനിയും മുടക്കേണ്ടി വരും. ശരിയാണ്. HAM പ്രോജക്റ്റുകൾക്ക് തുടക്കത്തിൽ വലിയ നിക്ഷേപം ആവശ്യമുണ്ട്, ഇക്വിറ്റിയായും കടവും. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം കൂടുന്നു, മറുവശത്ത് HAM പ്രോജക്റ്റുകൾക്ക് ഇക്വിറ്റി വേണം. ഈ രണ്ടും കൂടി വരുമ്പോൾ പണമൊഴുക്കിൽ ഒരു സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് പ്രധാനമാണ്. വളരെ പ്രധാനം. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സീഗൽ ഇന്ത്യയുടെ ചിത്രം എങ്ങനെയാണ്? ഒരു വശത്ത് വളരെ ശക്തമായ ഓർഡർ ബുക്ക്, ഊർജ്ജ മേഖലയിലേക്കൊരു പുതിയ തുടക്കം, നല്ല ഗവർണൻസ് രീതികൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ്. അതെ. മറുവശത്ത് ഈ പാദത്തിലെ ലാഭത്തിലെ കുറവ്, കൂടുന്ന ചെലവുകൾ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു പ്രശ്നമായി വരുന്നു. പിന്നെ NHAIയിലുള്ള വലിയ ആശ്രയത്വം. ഇതൊക്കെ വെല്ലുവിളികളാണ്. കൃത്യമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നേരിടുന്ന അവസരങ്ങളും അതേസമയം തന്നെയുള്ള വെല്ലുവിളികളുമാണിതെല്ലാം. ഈ ഊർജ്ജമേഖലയിലേക്കുള്ള മാറ്റം ശരിയായ രീതിയിൽ പോയാൽ അത് വലിയൊരു നേട്ടമാകും. അസറ്റ് ലൈറ്റ് മോഡൽ കാര്യക്ഷമമാക്കിയാൽ അതും ഗുണം ചെയ്യും. പക്ഷേ ഈ വർക്കിംഗ് ക്യാപിറ്റൽ നിയന്ത്രിക്കുക, ഓർഡർ ബുക്ക് കുറച്ചുകൂടി വൈവിധ്യവൽക്കരിക്കുക, ലാഭക്ഷമത നിലനിർത്തുക എന്നതൊക്കെ അവർക്ക് മുന്നിലുള്ള പ്രധാന കടമ്പകളാണ്. ശരി, അപ്പം ഈ വിശകലനം നമുക്കിവിടെ നിർത്താം. സീഗൽ ഇന്ത്യയുടെ നിലവിലെ അവസ്ഥയും സാധ്യതകളും വെല്ലുവിളികളും നിങ്ങൾക്കൊരു ധാരണ നൽകിയെന്ന് കരുതുന്നു. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊന്നാലോചിക്കാൻ ഒരു ചോദ്യം തരാം. തീർച്ചയായും. എന്താണത്? ചോദ്യം ഇതാണ്: ഒരു പുതിയ മേഖലയായ ഊർജ്ജ പ്രസരണത്തിലേക്ക് കടന്ന് അവിടെ വിജയിക്കാൻ ശ്രമിക്കുന്ന അതേസമയം തങ്ങളുടെ പ്രധാന ബിസിനസ്സായ റോഡ് നിർമ്മാണത്തിലെ നിലവിലെ പ്രശ്നങ്ങളെ, അതായത് ലാഭം കുറയുന്നതും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നതും എങ്ങനെയാണ് സീഗൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സാമ്പത്തിക അച്ചടക്കം പാലിച്ച് അവരുടെ എക്സിക്യൂഷൻ മികവ് നിലനിർത്തി ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമോ? ഈ ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ഒരു ഭയങ്കര നമ്പറല്ലേ? 10,000 കോടി. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 10,337 കോടി രൂപ. ഇപ്പൊ സീഗൽ ഇന്ത്യയുടെ കയ്യിലുള്ള മൊത്തം പ്രോജക്റ്റുകളുടെ വാല്യൂ ആണിത്. ഈ ഒരൊറ്റ ഫിഗർ മതി അല്ലേ ഈ കമ്പനി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ? അപ്പോ ആരാണ് ഈ 10,000 കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന കമ്പനി? ശരി, നമുക്ക് സീഗൽ ഇന്ത്യയെ ഒന്ന് പരിചയപ്പെടാം. അതായത് നമ്മളൊക്കെ എന്നും കാണുന്ന, ഉപയോഗിക്കുന്ന ഹൈവേകൾ, ടണലുകൾ, എയർപോർട്ട് റൺവേകൾ, ഇപ്പോൾ മെട്രോ വരെ ഇതെല്ലാം പണിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിൽ ഒന്നാണ് സീഗൽ. 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. 35-ലധികം വലിയ പ്രോജക്റ്റുകൾ തീർത്തു. നിർമ്മിച്ച റോഡുകളുടെ നീളം മാത്രം 1900 ലെയിൻ കിലോമീറ്ററിൽ കൂടുതൽ വരും. അപ്പൊ സംഗതി സിമ്പിളാണ്. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിന് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് അവരുടെ ഫോക്കസ്. ഇവരുടെ യാത്ര നോക്കിയാൽ രസമാണ്. 2002-ല് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് തുടങ്ങും.
പിന്നെ 2014 അവർക്ക് NHAIയിൽ നിന്ന് ആദ്യത്തെ വലിയ ഹൈവേ പ്രോജക്റ്റ് കിട്ടുന്നത്. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 2019 ആയപ്പോഴേക്കും ചരിത്രത്തിൽ ഇടം പിടിച്ച കർത്താർപൂർ സാഹിബ് ഇടനാഴി പ്രോജക്റ്റ് അവരുടെ കയ്യിലെത്തി. പിന്നീട് ജമ്മു ആൻഡ് കശ്മീരിലെ ടണൽ പണി, ഇപ്പോൾ ലേറ്റസ്റ്റായി കാൺപൂരിലും ആഗ്രയിലും മെട്രോ പണി. കണ്ടില്ലേ ആ വളർച്ച? ഒരു റീജിയണൽ ബിൽഡറിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും കോംപ്ലക്സ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക്. ഓക്കെ, അപ്പൊ കമ്പനി വലുതാണ്, നല്ല ഹിസ്റ്ററി ഉണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ ഇപ്പൊ ബിസിനസ് എങ്ങനെയുണ്ട്? അതാണല്ലോ നമുക്കറിയേണ്ടത്. അവരുടെ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് എന്താ പറയുന്നത് നോക്കാം. ആദ്യം തന്നെ റവന്യൂ, അതായത് വരുമാനം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 8,038 മില്യൺ ആയിരുന്നു. ഈ വർഷം അത് 8,382 മില്യണായി. ഏകദേശം ഒരു 4.3% വളർച്ച. സിംപിളായി പറഞ്ഞാൽ കമ്പനിയിലേക്ക് കൂടുതൽ പണം വരുന്നുണ്ട്. തീർച്ചയായും അതൊരു പോസിറ്റീവ് സൈനാണ്. അടുത്തത് ഇബിഡ. ഇത് കേട്ട് പേടിക്കണ്ട, കമ്പനിയുടെ കോർ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണിത്. അതായത് ടാക്സും പലിശയും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പുള്ള ലാഭം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വരുമാനം കൂടിയെങ്കിലും ഈ ഓപ്പറേഷണൽ പ്രോഫിറ്റ് 13% കുറഞ്ഞു. കഴിഞ്ഞ വർഷം 1,255 മില്യൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,091 മില്യണായി. ഒരുപക്ഷെ റോ മെറ്റീരിയൽസിന്റെ വില കൂടിയതോ മറ്റു ചെലവുകൾ കൂടിയതോ ആകാം കാരണം. ഇനി അവസാനം നെറ്റ് പ്രോഫിറ്റ്, അതായത് എല്ലാ ചെലവും ടാക്സും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന തനി ലാഭം. ഇവിടെയാണ് വലിയ ഇടിവ്. 35%. 779 മില്യണിൽ നിന്ന് 513 മില്യണിലേക്ക് കുറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റോറി ക്ലിയർ ആണല്ലേ? കമ്പനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് മാർജിൻ നല്ല പ്രഷറിലാണ്. അപ്പോൾ പ്രോഫിറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കമ്പനി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് നോക്കാം. അടുത്ത ഗ്രോത്ത് എവിടെ നിന്നാണ് വരാൻ പോകുന്നത്? അതാണ് പ്രധാനം. ഇവരുടെ കയ്യിലുള്ള മൊത്തം ഓർഡറുകൾ, അതായത് ആ 10,000 കോടിയുടെ പ്രോജക്റ്റുകളെ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ 62% HAM പ്രോജക്റ്റുകളാണ്. ഈ HAM എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റും കമ്പനിയും കൂടെ റിസ്ക് ഷെയർ ചെയ്യും. ഗവൺമെന്റ് കുറച്ച് പണം നേരത്തെ കൊടുക്കും. അപ്പോൾ കമ്പനിയുടെ തലവേദന കുറയും. അതുകൊണ്ടാണ് അവരിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി 37% EPC, അതായത് ഫുൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. പിന്നെ വളരെ ചെറിയൊരു ശതമാനം BOP പ്രോജക്ട് പ്രോഡം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. അവരുടെ ഓർഡർ ബുക്കിന്റെ 80% കൂടുതലും ഒരൊറ്റ ക്ലയന്റിൽ നിന്നാണ്. ആരാണെന്നറിയോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് NHAI. ഇത് ഒരേ സമയം ഒരു സ്ട്രെങ്ത്തും ഒരു റിസ്ക്കുമാണ്. പക്ഷേ NHAI പോലുള്ള ഒരു വലിയ ക്ലയന്റുമായുള്ള ഈ ബന്ധം അവർക്ക് തുടർച്ചയായി വലിയ പ്രോജക്റ്റുകൾ ഉറപ്പു നൽകുന്നു. അതൊരു വലിയ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ റോഡും പാലവും മാത്രമല്ല, സീഗൾ ഇനി പുതിയൊരു കളത്തിലിറങ്ങാൻ പോകുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? എനർജി ഇൻഫ്രാസ്ട്രക്ചർ. അവരുടെ കൺസ്ട്രക്ഷനിലുള്ള എക്സ്പീരിയൻസ് വെച്ച് അവർ പവർ സെക്ടറിലേക്ക് കൂടി കടക്കുകയാണ്. ഇതൊരു വമ്പൻ സ്ട്രാറ്റജിക് നീക്കമാണ്. അപ്പോ ഈ എനർജി സെക്ടറിൽ അവർ ഉപയോഗിക്കുന്ന മോഡലാണ് TBCB, അതായത് ടാരിഫ് ബേസ്ഡ് കോമ്പറ്റീറ്റീവ് ബിഡിംഗ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. കമ്പനി പവർ ട്രാൻസ്മിഷൻ ലൈനൊക്കെ ഉണ്ടാക്കും, ഓപ്പറേറ്റ് ചെയ്യും. അതിന് പകരമായിട്ട് ഗവൺമെന്റ് വർഷാവർഷം ഒരു ഫിക്സ്ഡ് തുക കൊടുത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ 20-30 കൊല്ലത്തേക്ക്. അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പോലെ പണി കഴിയുമ്പോൾ പണം തീരുന്ന പരിപാടിയല്ല. ഇതൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഒരു അസറ്റായി മാറും. വളരെ സ്മാർട്ടായ ഒരു നീക്കം. ശരി, ഇത്രയും വലിയ പ്രോജക്റ്റുകൾ, പുതിയ മേഖലകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത്? എന്തായിരിക്കും ഇവരുടെ വിജയരഹസ്യം? നമുക്ക് അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അവരുടെ സ്ട്രാറ്റജിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അസറ്റ് ലൈറ്റ് മോഡൽ. അതായത് കോടിക്കണക്കിന് രൂപയുടെ വലിയ മെഷീനറികളൊന്നും അവർ സ്വന്തമായി വാങ്ങിവെക്കില്ല. പകരം വാടകയ്ക്കെടുക്കും. അപ്പോൾ ക്യാഷ് ബ്ലോക്ക് ആവില്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ എളുപ്പത്തിൽ മാറുകയും ചെയ്യാം. 2, ലാഭകരമായ വളർച്ച. കിട്ടുന്ന എല്ലാ കോൺട്രാക്റ്റും എടുക്കുക എന്നല്ല, നല്ല ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രോജക്റ്റുകൾ മാത്രം തിരഞ്ഞെടുക്കും. മൂന്നാമത്തേത്, ശക്തമായ ഗവേണൻസ്. പ്രോജക്റ്റുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഏൺസ്റ്റ് & യങ് പോലുള്ള പുറത്തുള്ള ഏജൻസികളെ വെക്കും. അപ്പോൾ എല്ലാം സുതാര്യമായിരിക്കും. അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ ബിസിനസ് മോഡലാണ് കാര്യക്ഷമത കൂട്ടി ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത് എന്ന്. അപ്പോൾ അവർക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് അവരുടെ സ്ട്രാറ്റജിയിൽ. അപ്പോ ഈ പറയുന്ന സ്ട്രാറ്റജിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിനുള്ള തെളിവുകളാണ് ഇത്. 7 പ്രോജക്റ്റുകൾ അവർ ഷെഡ്യൂളിനും മുന്നേ തീർത്തു. അതിൽ 3 നേരത്തെ തീർത്തതിന് ബോണസും കിട്ടി. പിന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്.
ട്രാഫിക് കൂടിയ സിറ്റികളിലായാലും മല തുരക്കാനായാലും അവർ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ കാണിക്കുന്നത് പ്ലാനിംഗ് മാത്രമല്ല, എക്സിക്യൂഷനും കിരുകൃത്യമാണെന്നാണ്. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ പവർ ആകാൻ കുതിക്കുമ്പോൾ സീഗൽ ഇന്ത്യയെപ്പോലെ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയും അതേസമയം സ്മാർട്ടായ ഫിനാൻഷ്യൽ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം വലിയ പങ്കായിരിക്കും ഉണ്ടാവുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ